പ്രായം എത്രയായാലും ഒന്ന് നടക്കാൻ ആഗ്രഹിക്കാത്തവർ ലോകത്തെവിടെയും ഉണ്ടാവില്ല. ലോകമെമ്പാടുമുള്ള ജനങ്ങളെ ഏതാണ്ട് ഒരേ രീതിയിൽ അലട്ടുന്ന പ്രശ്നമാണ് മുട്ടുതേയ്മാനം. 45 കഴിഞ്ഞവർക്ക് മുട്ടുതേയ്മാനം കണ്ടുവരുന്നുണ്ട്. മുട്ടുതേയ്മാനം സംഭവിച്ചവർ മുട്ടുമടക്കാൻ പോലും കഴിയാതെ വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടേണ്ടി വരുന്ന അവസ്ഥയാകും. അത്തരം രോഗികളുടെ ജീവിതം തന്നെ മാറുന്ന വിധത്തിൽ നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ശസ്ത്രക്രിയ പ്രചാരം നേടിക്കഴിഞ്ഞു. കൃത്രിമ മുട്ട് മാറ്റിവെക്കുന്നതിനായി സാങ്കേതിക വിദ്യ സ്വന്തം പരീക്ഷണാടിസ്ഥാനത്തിൽ കണ്ടെത്തുകയും അതിൽ വിജയം കാണുകയും ചെയ്ത വ്യക്തിയാണ് ഡോക്ടർ പ്രേംകുമാർ. വടക്കാഞ്ചേരിയിലെ മാക്സ് കെയർ ഹോസ്പിറ്റലിലാണ് ഡോക്ടർ സർവീസ്. ഇവരുടെ ഈ സേവനം എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഡോക്ടറെ കോൺടാക്ട് ചെയ്യണം. അങ്ങനെ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറ്റട്ടെ. ഞാൻ എൻ്റെ ജീവിതത്തിൽ എത്ര ചിന്തിക്കാറുള്ളൂ. ഞാൻ കാരണം ഒരു മനുഷ്യന്റെ ബുദ്ധിമുട്ടുകൾ മാറ്റാൻ പറ്റിയാൽ, എല്ലാ ബുദ്ധിമുട്ടും അവരുടെ മാറ്റാൻ നമുക്ക് പറ്റില്ല, ഒരു ബുദ്ധിമുട്ടെങ്കിലും മാറ്റാതെ രണ്ടെണ്ണം മാറ്റല്ലേ? രണ്ട് ബുദ്ധിമുട്ട് മാറ്റാം കേട്ടാ. കാലിന്റെ മുട്ടിന്റെ ബുദ്ധിമുട്ട് അത് നമ്മൾ മാറ്റി തരും. ചുരുക്കി പറഞ്ഞാൽ ഈ വടക്കാഞ്ചേരിക്കാരൻ ഡോക്ടർ പ്രേംകുമാറിന് മുന്നിൽ മുട്ടുമടക്കാത്തവർ ആരും ഉണ്ടാകില്ല. ഒന്നാം പിണറായി സർക്കാർ പ്രകടന പത്രികയിലെ ഭൂരിപക്ഷം വാഗ്ദാനങ്ങളും നിറവേറ്റിയെന്നും വിരലിൽ എണ്ണാവുന്ന വാഗ്ദാനങ്ങൾ മാത്രമാണ് നിറവേറ്റാതെ പോയതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. സർക്കാരിന്റെ 4 വർഷത്തെ നേട്ടങ്ങൾ പ്രോഗ്രസ് റിപ്പോർട്ടായി ഇന്ന് അവതരിപ്പിക്കുമെന്നും ജനങ്ങൾ കാര്യങ്ങൾ അറിയേണ്ടതാണെന്ന ധാരണയിലാണ് പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തിറക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മുടെ സംസ്ഥാനത്തിന്റെ പുരോഗതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നാട് വലിയ തോതിൽ അറിയാതിരിക്കണം എന്ന നിർബന്ധം കേരളത്തിലെ ഒരു വിഭാഗത്തിലുണ്ട് എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധി, കടക്കെണി, ഒരു പദ്ധതിയും നടപ്പാകുന്നില്ല, എല്ലാ പദ്ധതികളും അവതാളത്തിൽ തുടങ്ങിയ അങ്ങേയറ്റം നിഷേധപരമായ പ്രചരണങ്ങൾ വലിയ തോതിൽ നടക്കുന്നുണ്ട്. മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. കേരളം കടക്കണിയിലാണ് എന്ന പ്രചാരണത്തെക്കുറിച്ചും മുഖ്യമന്ത്രി സംസാരിച്ചു. ഇക്കാര്യത്തിൽ വസ്തുതയുടെ കണിക പോലുമില്ല എന്നതാണ് യാഥാർത്ഥ്യമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. RBI റിപ്പോർട്ട് പ്രകാരം കടവും വരുമാനവും തമ്മിലുള്ള അനുപാതം ഇതര സംസ്ഥാനങ്ങളെക്കാൾ മെച്ചമാണ്. 2022-23 35%, 23-24 34% എന്നിങ്ങനെയാണ് കേരളത്തിന്റെ അനുപാതം. ചിട്ടയായ ധനകാര്യ മാനേജ്മെന്റ് കൊണ്ടാണ് ഇത് സാധിച്ചത്. കടക്കെണിയെക്കുറിച്ച് ആളുകളെ വല്ലാതെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ശ്രമം. കടത്തിന്റെ വളർച്ചാ തോതിനേക്കാൾ 1.38 മടങ്ങ് വളർച്ച ആഭ്യന്തര വരുമാനത്തിനുണ്ട്. ഇത് കടക്കെണിയുടെ ലക്ഷണമല്ലെന്ന് വ്യാജ പ്രചരണക്കാർക്ക് സമ്മതിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും, മുഖ്യമന്ത്രി പറഞ്ഞു. കേന്ദ്രം കേരളത്തോട് കാണിക്കുന്നത് തീർത്തും വിവേചനപരമായ സമീപനമെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. അക്കാര്യത്തിൽ കേരളത്തിനൊപ്പം നിൽക്കുന്നവർ വ്യാജ പ്രചരണം നടത്തുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക് എനിടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനിടൈം ന്യൂസ്.